ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് വീഡിയോ ആണ്. നമ്മൾ തേനീച്ച അതിനെ പിടിക്കുന്നൊരു കാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വിസ്തീർണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ചെറുങ്ങനെ അടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ മതിലിങ്ങനെ പതുക്കെ ഈച്ചക്ക് വേദനിച്ചാത്ത രീതിയിൽ നമ്മൾ ഇളക്കി മറിച്ച് എടുക്കണം. ചെറുങ്ങനെ ഒരു പുകയും കൊടുത്തു കഴിഞ്ഞാൽ കുത്തലിന് ചെറിയൊരു കമ്മി ഉണ്ടാവും. അല്ലെങ്കിൽ ഈച്ചകൾ ഭയങ്കര കുത്തേക്കരം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ തേനീച്ചനെ. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലേക്ക് പോയി നോക്കാം ഗൈസ്. നമ്മളങ്ങനെ തേനീച്ചനെ എന്താട്ടും ഈ പെട്ടിയിലേക്ക് ആക്കും. റാണിനെ എടുത്തിട്ട്, റാണിനെ കിട്ടുമോ അറിയില്ല, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്ടിയിലേക്ക് ഈച്ചനെയും പഴയ അതിൽ കുറേ അതിൻ്റെ ഐറ്റങ്ങളൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞു മുട്ടകളുണ്ടാവും. ആ മുട്ടയൊക്കെ വെച്ച് അടയൊക്കെ വെച്ച് നമ്മൾ ആ പെട്ടിയിൽ ഓരോ ശല്യങ്ങളുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ കെട്ടി വെച്ച് റാണിനായി കിട്ടി കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് കയറേണ്ടതാണ്. അങ്ങനെ സാധാരണ ഞങ്ങൾ ചെയ്യൽ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കേസ് നമുക്ക് റാണിനെ കിട്ടുമോ ഇല്ലയെന്നറിയാം. കണ്ടിട്ട് അത്യാവശ്യം തേനുണ്ട്, വലിയ കുഴപ്പമില്ലാത്തൊരു തേനൊക്കെ കാണുന്നുണ്ട് ഉള്ളിൽ. മൂച്ചിനെ അടിയിൽ തേനുണ്ടാക്കൂല, അടിയിൽ കുട്ടികളും മക്കളൊക്കെ കാരണം എന്താ അറിയാം, എന്താണ് വെയിറ്റ് തൂങ്ങിയിട്ട് പൊയിഞ്ഞാടാക്കാനാടാ. പൊട്ടിച്ചിന് മാറ്റി കുറച്ച് തേന്. 90ാമത്തെ ദിവസം ഈ കണ്ണീച്ചകളൊക്കെ ചാവും. ചോരിപ്പത്ത് കഴിഞ്ഞോ? ഇത് പുക എന്താ അവസ്ഥ? അപ്പോൾ ഇതിന് മുട്ടിട്ട് അടുത്ത് ഇങ്ങനെ സെറ്റാവും. ന്യൂസിനെ നീ ഒന്ന് പാഞ്ഞോ? അതിനുള്ളിൽ കയറിക്കണല്ലോ ഈ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കല്ലിൻ്റെ ഉള്ളിലോ? കല്ലിൻ്റെ ഉള്ളിലല്ലോ. ഒരുവിധ അടമ്മക്ക് തേണ്ടല്ലേ? ഒരുവിധ അടമ്മക്കേ ബക്കറ്റിൽ ലേശം ഇത് കൊണ്ടുപോകും. വെള്ളത്തുള്ളി വെള്ളം കുപ്പിയിൽ കൊടുത്താലും മതി. എൻ്റെ കൈ കഴിയാണ്ട് ഉള്ളി ഒരു അടങ്ങേറ് പിടിച്ച മാതിരിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? പാറൊക്കെയാണെങ്കിൽ എന്ത് സുഖമാണ്. എടുത്താൽ മണ്ണാവൂല ആകെ. കഴിവാണല്ലേ? മുകളിൽ കെട്ടി കൊടുക്കണ്ട? മുകളിൽ കെട്ടി കൊടുക്കണ്ട? മുകളിൽ എങ്ങനെയാ മുസ്തഫ നിൽക്കാച്ച് പറയാം. മുകളിൽ പോയി എന്നാ നിർത്തിക്കാം. അത് വേണം തെങ്ങിൻ്റെ ഓല. തെങ്ങിൻ്റെ ഓല ഉണ്ടെങ്കിൽ മേലെ വെക്കും. തുളച്ചിക്കാണ്ട് തുളച്ചാൽ കെട്ടിയാൽ മതി. കേട്ടണോ? ഇപ്പം നമ്മൾ ഈ മുറിച്ചെടുത്തത് മേൽഭാഗത്ത് ആ തേനിൻ്റെ അട മാത്രമാണ്.
അതേമാതിരി ഈ അടമ്മ കണ്ടില്ല, അടിയിൽ ഈ മേൽഭാഗത്ത് ഫുള്ള് തേനും അടിഭാഗത്ത് കുട്ടികളും മക്കളാണ് ഈ കാണുന്നത്. നമ്മൾ കുട്ടികളും മക്കളും ഞാൻ മുറിച്ചിട്ട് അത് വേറെ കെട്ടും, ഫ്രൈമേൽ കെട്ടും, പെട്ടില്ലേ ആ പെട്ടിമേൽ കെട്ടി സെറ്റാക്കി വെക്കും. തേനൊക്കെ നമ്മൾ വേറെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും ചെയ്യും പാത്രത്തേക്ക്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കും. എനിക്ക് നല്ലൊരു കത്തിയൊന്നും കിട്ടിയില്ല. ഇവിടെ മൂലി കൂടി ഉണ്ട്. ഇതൊക്കെ തേനാണ്. കട്ടെ കട്ടെ രണ്ടുണ്ട്. ഇല്ല ചെക്കന്മാരണ്ടിയാണ് ഓരോടൊക്കെ പോയപ്പോ തട്ടി കൊണ്ടുണ്ട് മണ്ണാർക്കാടിലാണ്. അപ്പോൾ പൈസ അടിച്ചാൽ സെറ്റിൽമെന്റ് ആക്കാൻ മൂർച്ചാന്ന് പറഞ്ഞത് കത്തിക്കില്ല. പെയിന്റ് അടിച്ചാൽ അല്ലേ? അങ്ങനെ തന്നെ ഈ ചുടുക്ക വെച്ചാൽ കെട്ടിക്കോന്നാ അവിടേക്ക് വെച്ച് കൊടുക്കാം. അവിടേക്ക് വെച്ച് കൊടുക്കാം. ഹലോ, പിന്നെ ഏകദേശം അത് ഉള്ളിക്ക് പോയിക്കണ ഫോട്ടോ ഇതൊരു കട്ടിക്കളി. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ തേന എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള തേനാണ് ഈ കാണുന്നത് ഈ പാത്രത്തിൽ. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള തേന് അതിൽ. അപ്പോൾ ഓക്കെ കേസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബായ്.